മുഹിയുദ്ദീന് ഇല്ലാതെ ദീൻ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഈ ലോകത്ത് ദീന് നിലനിന്നത് ശ്രദ്ധിക്കണം. ഈ ലോകത്ത് ഇപ്പൊ സാധാരണക്കാരൊക്കെ കുറച്ചൊക്കെ ഇതിനെ കുറിച്ച് അറിവുള്ളവരാകലെ നിർബന്ധക്കാലത്ത് നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ. ഈമാൻ തെറ്റിയാൽ കഴിഞ്ഞില്ല മക്കളെ കഥ. പിന്നെ എന്തുണ്ടായിട്ട് എന്താ? നമ്മുടെ ഈമാൻ തകർന്നു പോകാതിരിക്കാൻ ഇതെല്ലാവരും പഠിച്ചിരിക്കണം. എന്തിനാണ് മുഹിയുദ്ദീൻ ഇവിടെ ഖുർആനും സുന്നത്തുല്ലേന? ഖുർആനും സുന്നത്തും ഗ്രന്ഥക്കെട്ടുകൾ വഴി ഈ ലോകത്ത് ദീൻ നിലനിൽക്കില്ല. കിതാബ് കെട്ടിലൂടെ ലോകത്ത് ദീൻ വരൂല, ദീൻ ഹയാത്താകൂല. ഇല്ല കൂട്ടരെ, ഈ ലോകത്ത് ദീൻ വളരുന്നതും നിലനിൽക്കുന്നതും മുഹിയുദ്ദീന്മാരിലൂടെ മാത്രമാണ്. കിതാബുകളിലൂടെ നടക്കൂല. അള്ളാഹുവിനെ പരിചയപ്പെടാൻ മുസാഹിഫ് വായിച്ചാൽ നടക്കൂല. റസൂലിനെ പരിചയപ്പെടാൻ ബുഖാരിയും മുസ്ലിമും വായിച്ചാൽ പൂർണ്ണമാവൂല. എന്താ മൊയ്‌ലിയർ പറഞ്ഞു കാട് കയറുന്നുണ്ടോ? കാട് കയറുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന ദിവസം നമ്മുടെ കയ്യിലുള്ളതുപോലത്തെ മുസ്ഹഫ് അന്നില്ലല്ലോ. ഒറ്റ കിതാബും മുത്തുനബി എഴുതി വെച്ചിട്ടില്ലല്ലോ. എല്ലാം പിൽക്കാലത്ത് വന്നതാണല്ലോ. എന്താണ് പിന്നെ നബി തങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ചത്? എന്താ സമ്മാനിച്ചത്? ഒരൊറ്റ കാര്യം മാത്രമാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടാക്കിയ തങ്ങൾ പോയത്. ബുഖാരിയോ മുസ്ലിമോ കിതാബോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുസ്ഹഫ് പോലും ഇന്നുള്ള പരുവത്തിൽ അന്നില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ, സ്വഹാബത്തിന്റെ നേരെ അവതരിച്ച വിശുദ്ധ ഖുർആൻ വാക്യമാണിത്, ആയത്താണിത്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായവരാണ്. ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിങ്ങളെ കടഞ്ഞെടുത്തതാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ടത്. നിങ്ങളാണ് നല്ലത് പഠിപ്പിക്കേണ്ടത്. നിങ്ങളാണ് ചീത്ത വിലക്കേണ്ടത്. അങ്ങനെ പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടത്, നബി തങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. നബി തങ്ങൾ സംസ്കരിച്ചെടുത്ത, നബി തങ്ങൾ മാനുഷികമായ ദുർഗുണങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ചെടുത്ത ഉത്തമരായ, മാതൃകായോഗ്യരായ, പരിശുദ്ധരായ ഒരു വിഭാഗം സ്വഹാബത്തിനെ വാർത്തെടുത്തിട്ട് അത് ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് വഫാത്തായി പോയത്. ഇനി നമുക്ക് മനസ്സിലാക്കാം, മുഹിയുദ്ദീന്മാരിലൂടെ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളിലൂടെ മാത്രമാണ് ഈ ലോകത്ത് ദീന് നിൽക്കുക. വഫാത്തായ സമയത്തും എന്താ പറഞ്ഞത്? ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്. വഫാത്തിന്റെ മുമ്പുള്ള ഉപദേശ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഇന്നമാ അന ബശറുൻ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. മലക്കല്ല, ദൈവമല്ല. എങ്കിലേ മരണമില്ലാതിരിക്കുള്ളൂ. ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. സാധാരണ അർത്ഥല്ല കേട്ടോ, വെറുതെ. ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് യൂശികു അൻ യഅ്തിയനി റസൂലു റബ്ബി ഫഉജീബ്, ദൈവദൂതനായ അസ്റായീൽ അലൈഹിസ്സലാം എന്നെ സമീപിക്കും റൂഹ് പിടിക്കാൻ. ഫഉജീബ്, ഞാൻ ഉത്തരം നൽകും, അഥവാ ഞാനും മരിക്കും. ഞാൻ മരിച്ചാൽ എന്റെ ഉമ്മത്തെ, മുൻഗാമികളായ ഇസ്രായേലര്, മുൻകാല ജനതയില് അവരുടെ നബിമാര് മരിച്ചാൽ പ്രശ്നമുണ്ടായിരുന്നില്ല. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ വഖലഫഹു നബിയുൻ, ഒരു നബി വഫാത്താകുമ്പോൾ അടുത്ത നബി ഖലീഫയായിട്ട് വരും. ആ നബി വഫാത്താകുമ്പോൾ അടുത്ത നബി വരും. അങ്ങനെ സമൂഹത്തിന് നേതൃത്വം നൽകാൻ, അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ, ദീൻ പഠിപ്പിക്കാൻ നബിമാര് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ വഇന്നഹു ലാ നബിയ ബഅദീ, എന്റെ പിറകിൽ ഇനി നബിയും ഇല്ല. ഞാനാണെങ്കിൽ അസ്റായീൽ അലൈഹിസ്സലാം എന്റെ അടുത്ത് വരുമ്പോ ഉത്തരം നൽകിയിട്ട് എന്റെ റൂഹ് പിടിച്ച് ഞാനും മരിച്ചു പോകും. ഇപ്പൊ എന്താ ഒരു വേറെ നബിക്ക് ഇവിടെ ചാൻസ് ഇല്ല. ഇനി ഞാനാണെങ്കിൽ പോവുകയാണ്. എന്താ എന്റെ പൊന്നാര മക്കളെ, മുസ്ലിം ലോകമേ, എന്റെ വസിയത്ത് താ ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തുണ്ടം കടലാസിൽ മുത്തുനബി ഒന്നും എഴുതി ഏൽപ്പിച്ചില്ല. ഞാൻ പോവാണ്, ഇനി മുസാഹിഫ് ഉണ്ട് കേട്ടോ, ആ മുസാഹിഫ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങ് ജീവിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല മക്കളെ. എന്താ പറഞ്ഞത്? ഞാൻ പോവും, അസ്റായീൽ അലൈഹിസ്സലാം വന്നാൽ ഞാൻ ഉത്തരം നൽകും, ഞാൻ മരിക്കും. ഭാരമേറിയ സുശക്തമായ രണ്ടു സാധനം നിങ്ങൾക്ക് തന്ന് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ ഞാൻ അനാഥരാക്കി പോവില്ല. രണ്ട് സാധനം നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. ഒന്ന് അവ്വലുഹുമാ കിതാബുല്ലാഹ്, ഒന്ന് അള്ളാന്റെ കിതാബാണ്. ഇതന്ന് ഏൽപ്പിക്കാൻ അത് മുസാഹിഫില്ല.
നമ്മൾ മനസ്സിലാക്കിയ ഖുർആനാണെങ്കിൽ ഇത് കെട്ടല്ലേ, തന്നില്ല, അത് ഏൽപ്പിച്ചു പോയിട്ടില്ല. അവ്വലുഹുമാ കിതാബുല്ലാഹ്, അള്ളാന്റെ കിതാബാണ്. ഏതാണ് ഈ കിതാബ്? പ്രസ്സിൽ അച്ചടിച്ചത്? അന്ന് പ്രസ്സില്ലല്ലോ. എന്നാ വേണ്ട എഴുത്ത് പ്രതിയായ മുസാഫ് അല്ല. അവ്വലുഹുമാ കിതാബുല്ലാഹ്, ആ കിതാബ് ഏതാണെന്നറിയോ? ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്, അതാണ് കിതാബ്. ഈ ഹദീസിൽ തന്നെ കാണാം, ആകാശ ലോകത്ത് നിന്നുള്ള ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട കയറാൻ. അന്നത്തെ സ്വഹാബത്തിനോട്, അന്നത്തെ ലോകത്തോട് സംസാരിക്കുന്ന ഭാഷയാണത്. ദൈവിക ലോകത്ത് നിന്ന് മനുഷ്യ ലോകത്തേക്കുള്ള കയറ്. ഇന്നിപ്പോ അതിനർത്ഥം പറയുകയാണെങ്കിൽ ദൈവിക ലോകത്ത് നിന്ന് മനുഷ്യ ലോകത്തേക്കുള്ള റേഞ്ച്. ഇതിപ്പോ റേഞ്ച്, അന്ന് കയറല്ലേ കാണേണ്ട സാധനമുള്ളൂ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം, ഇതാണ് ഖുർആൻ. ഫീഹിൽ ഹുദാ വന്നൂർ, അതിൽ സന്മാർഗമുണ്ട്, വെളിച്ചമുണ്ട്. ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബി ഫഹത്ത അലാ കിതാബില്ലാഹി വറഗബ ഫീ. കാണാ സ്വഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ്. പിന്നെ പറഞ്ഞു, ഒന്ന് അള്ളാന്റെ കിതാബാണ്, അത് ആകാശ ലോകത്ത് നിന്ന് മനുഷ്യ ലോകത്തേക്കുള്ള കണക്ഷനാണ്, റേഞ്ചാണ്. ഇതാണ് അള്ളാന്റെ കിതാബ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണിത്. മുസ്ലിം ലോകത്ത് ആർക്കും തള്ളാൻ പറ്റൂല. ഇതിന്റെ റിപ്പോർട്ടൊക്കെ പരമ്പരയിൽ ഒരു കുഴപ്പമില്ല, ഒരു നഖാദികളും ഇതിനെ നിരൂപിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ സാധനം അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്താൻ. എന്റെ അഹ്ലു ബൈത്ത്, എന്റെ വീട്ടുകാര്, എന്റെ വീട്ടുകാര്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. ഖാല റസൂലുള്ളാഹി, എന്താണ് ഈ പറഞ്ഞത്? ഉദക്കിറുക്കും, ഞാൻ നിങ്ങൾക്ക് ബോധനം നൽകും, താക്കീത് നൽകും, പ്രബോധനം നൽകും. അള്ളാഹുവിനെ കുറിച്ച്. ഫീ അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്തിലൂടെ. ഞാൻ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്റെ അഹ്ലു ബൈത്ത് വരും. ആ അഹ്ലു ബൈത്ത് പറയുന്നത് എന്റെ വാക്കാണ്. ഞാൻ ആലമിൽ ഗൈബിൽ ഇരുന്നു കൊണ്ട് എന്റെ അഹ്ലു ബൈത്തിലൂടെ ഞാൻ സംസാരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടരെ, നമുക്ക് പുതിയ നബി ഉണ്ടാവും. നമ്മുടെ നബി ആരാ? ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തിന്റെ അധ്യക്ഷരും മാതൃകാ പുരുഷനും ഈ സമൂഹത്തിന് ദിശാബോധം നൽകാൻ നിയുക്തരായവരും ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറാ എന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച മുത്തുനബി സാക്ഷിയാണ്. ഇന്നുള്ള നമ്മുടെ കാര്യത്തിലും മുത്ത് ഹബീബ് സാക്ഷിയാണ്. എങ്ങനെ സാക്ഷിയാകും? എന്റെ അനന്തരാവകാശികളിലൂടെ ഞാൻ സംസാരിക്കും. സ്പീക്കർ സംസാരിക്കുന്നു. സ്പീക്കറാണോ ആ സംസാരിക്കുന്നത്? ഞാനാ. കേൾവിക്കാർക്ക് സ്പീക്കർ സംസാരം കേൾക്കാൻ പറ്റുന്നത്. ഇതുപോലെ എന്റെ അഹ്ലു ബൈത്തിലൂടെ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇമാം തുർമുദിയുടെ ഹദീസിൽ കാണാം, എന്റെ അഹ്ലു ബൈത്തിന്റെ ഉപമ കമസലി സഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയുടെ കപ്പൽ പോലെ. അന്ന് ആരാ രക്ഷപ്പെട്ടത്? ആ കപ്പലിൽ കയറിയവർ മാത്രം. എന്റെ കുടുംബത്തെ ജീരാനി തങ്ങളടക്കമുള്ള, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളടക്കമുള്ള, അഹ്മദുൽ കബീർ ദിഫായി തങ്ങളടക്കമുള്ള അഹ്ലു ബൈത്തിന്റെ നെടും തൂണുകളെ ആദരിച്ചുകൊണ്ടല്ലാതെ, ബഹുമാനിച്ചുകൊണ്ടല്ലാതെ എന്റെ ഉമ്മത്തിൽ ഒരുത്തനും രക്ഷപ്പെടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബിയുടെ കപ്പൽ പോലെ മൻ റകിബഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഹലക്. അതിൽ കേറിയ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ മുങ്ങിച്ചാവും. ഇതാണ് നൂഹ് നബിയുടെ കപ്പല്. അതുപോലെ എന്റെ അഹ്ലു ബൈത്ത്, എന്റെ ഔലിയാക്കള്, എന്റെ അഹ്ലു ബൈത്ത്, എന്റെ അനന്തരാവകാശികള്. അതുപോലെ എന്ന് വെച്ചാൽ അവരെ ബഹുമാനിച്ച് കൂടെ നിന്നാൽ രക്ഷ, ഇല്ലെങ്കിൽ അപകടം. ഞാൻ ഉണ്ടാക്കിയ മലപ്പുറത്തുനിന്ന് കെട്ടുകെട്ടി കൊണ്ടുവന്ന ഹദീസല്ല, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണങ്ങളിലുള്ളതാ. ചുരുക്കി പറയട്ടെ, ലോകത്ത് ദീൻ നിലനിൽക്കുന്നത് മുഹിയുദ്ദീന്മാരിലൂടെ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഉത്തമ നൂറ്റാണ്ട് ഏതാ? ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ, തലമുറകളിൽ ഏറ്റവും ഉത്തമ തലമുറ, നൂറ്റാണ്ട് എന്റെ ഈ തലമുറയാണ്. സഹാബത്തിന്റെ കാലം. നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഒരു നൂറ്റാണ്ടുകാലം അന്നുള്ളവർ ദീനിയായ ജീവിതം നയിച്ചതെങ്ങനെ? അന്ന് കിതാബില്ല, ഒരു കിതാബില്ല കൂട്ടരെ. മുസാഫ് മാത്രമേ ഉള്ളൂ. ബുഖാരിയോ മുസ്ലിമോ ഫിഖ്ഹോ തസവുഫോ അഖീദയോ താരീഖോ ചരിത്രം ഒന്നുമില്ല. കിതാബുകളും രചനകളും എല്ലാം തന്നെ മുഹദസത്തുൻ, പിൽക്കാലത്തുണ്ടായ ബിദ്അത്തുകളാണ്. ലം യകുൻ ശൈഉം മിൻഹാ ഫീ സമനി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും വസദരി താബിഈൻ. കിതാബുകളും രചനകളും ഒന്നും ഉത്തമ നൂറ്റാണ്ടിലില്ല. സ്വഹാബത്തിന്റെ കാലത്തും കേമന്മാരായ താബിഈങ്ങളുടെ കാലത്തും ഒരു കിതാബുമില്ല. മുസ്ഹഫ് ഒഴിച്ച് ഒരു കിതാബുമില്ല.
പിന്നെന്താ ഈ കിതാബ് ഉണ്ടായത്? വഇന്നമാ ഹുദ്ദിസത് ബഅദ ജമീഇ സ്വഹാബ ബഅദ വഫാത്തി ജമീഇ സ്വഹാബ. ഹിജ്റ 120 ശേഷം ഈ ഭൂമുഖത്ത് നിന്ന് എല്ലാ സ്വഹാബിമാരും വഫാത്തായി പോയതിന്റെ പിറകെ, കേമന്മാരായ താബിഈങ്ങളിൽ പലരും വഫാത്തായി പോയതിന്റെ പിറകെ ഹിജ്റ 120 നബി തങ്ങൾ വഫാത്തായിട്ട് ഏതാണ്ട് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ കിതാബ് ലോകത്തുണ്ടാവുന്നത്. അതേതേന്ന് കിതാബ്? ബുഖാരിയാണോ? അല്ല. അവ്വലു കിതാബിൻ സുന്നിഫ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യമായി രചിക്കപ്പെട്ട കിതാബ് കിതാബു ഇബ്നു ജുറൈജിൻ ഫിൽ ആസാരി വത്തഫാസീർ. ഇബ്നു ജുറൈജ് റഹിമഹുള്ളയുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം മക്കയിലാണ്ടായത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ ശിഷ്യന്മാരായ മുജാഹിദ്, അതാ പോലത്തെ ആളുകളുടെ ഉദ്ധരണികളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ള ആദ്യത്തെ കിതാബ് ഇബ്നു ജുറൈജിന്റെ കിതാബ് എന്നാണ്ടായത് ഹിജ്റ 120 കഴിഞ്ഞിട്ട്. ലോകത്ത് നിന്ന് എല്ലാ സ്വഹാബത്തും വഫാത്തായി പോയതിന്റെ പിറകെ പിന്നുണ്ടായ കിതാബാണ് മഅ്മർ ഇബ്നു റാഷിദ് സ്വൻആഇ ബിൽ യമൻ. യമൻകാരനായ മഅ്മർ ഇബ്നു റാഷിദ് ഇറക്കിയ ഒരു ഹദീസ് കിതാബ്. മൂന്നാമത്തെ കിതാബാണ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ മുവത്ത. ഈ മുവത്ത ഇമാം മാലിക് റഹിമഹുല്ല രചിച്ചപ്പോൾ ഫഅൻകറഹു അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല, മദ്ഹബിന്റെ ഇമാമായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, ഇബ്തദഅ മാലികുൻ, മാലിക് എന്നവരെ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാലം തഫഅലുഹു സഹാബ, ലോകത്തൊരു സഹാബത്തും കാണിക്കാത്ത ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഈ ബിദ്അത്ത്? ഹദീസിന്റെ കിതാബായ മുവത്ത എന്ന കിതാബ് എഴുതിയിട്ട് സംഘാടകർ ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും, ഇത് ഞാൻ പറഞ്ഞ ദീനിന്റെ കാതലായ കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വാഗത ഭാഷണത്തിൽ ഉണർത്തിയതുപോലെ ഒരുപാട് മഹൽ സംരംഭങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ ജമാഅത്ത് കമ്മിറ്റി. നാട്ടുകാരായ നിങ്ങളൊക്കെ മാന്യമായി സഹകരിക്കണം എന്ന് സന്ദർഭോചിതമായിട്ട് ഉണർത്തുകയാണ്. ഞാൻ പറയുന്നത്, ആ കവർ കൊടുത്തേക്കുന്നുണ്ട്, നാളെ എല്ലാവരും തിരിച്ചയക്കണം. അതവിടെ ഇൻഷാ അല്ലാഹ് അതിനെ അവർക്കറിയാം. അപ്പോ ആദ്യത്തെ കിതാബ് ഹിജ്റ 120 കഴിഞ്ഞിട്ട് ലോകത്ത് നിന്ന് എല്ലാ സ്വഹാബത്തും വഫാത്തായി പോയിട്ട്, താബിഈങ്ങളിൽ നിന്ന് കേമന്മാരും വഫാത്തായി പോയിട്ട്. അപ്പൊ കിതാബിലൂടെ അല്ല ഇവിടെ ദീന് നിലനിൽക്കുക, അത് മനസ്സിലായിക്കോളും. കിതാബിലൂടെ അല്ല ഇവിടെ ദീന് നിലനിൽക്കുക. പിന്നെ ഏതിലൂടെയാണ്? മുഹ്യിദ്ദീൻമാരിലൂടെ മാത്രമാണ് ഇവിടെ കിതാബ് നിലനിൽക്കുക, ഇവിടെ ദീന് നിലനിൽക്കുക. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. മാത്രമല്ല, മഹാന്മാരായ ഇമാമികളൊക്കെ കിതാബുകൾ രചിച്ചു. അത് ബിദ്അത്താണെങ്കിലും നല്ല ബിദ്അത്താണ്. നബി തങ്ങളോ സഹാബത്തോ കാണിച്ചു തരാത്ത പുത്തൻ ആചാര രീതിയാണ് കിതാബ് രചന എങ്കിലും നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ഒറ്റ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ കിതാബും എഴുതിയിട്ടില്ല, സഹാബത്തിനെ കൊണ്ട് എഴുതിച്ചിട്ടില്ല. തഫ്സീറിന്റെ കിതാബ് എഴുതിയിട്ടില്ല, എഴുതിച്ചിട്ടില്ല. അപ്പൊ അത് പുതിയ രീതിയാണെങ്കിലും ദീനിന് ആവശ്യമുള്ള ബിദ്അത്താണ്, ദീനിന്റെ ദഅവത്തിന് അനിവാര്യമായ ബിദ്അത്താണ്. ഇത് ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടോ എഴുതിയ ഇമാമിങ്ങൾ ആ കിതാബുമ്മ കടിച്ചു തൂങ്ങിയിരിക്കല്ലേ ചെയ്തത്. പിന്നെ അവര് മുഹ്യിദ്ദീൻമാരെ തപ്പിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി പറഞ്ഞത് പക്കറ്റായി കൂടെ അങ്ങനെ പൊക്കോളും. ഈ പറഞ്ഞത് ശ്രദ്ധിക്ക്. അരമുക്കാൽ മണിക്കൂറിന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മഞ്ഞ് കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിച്ച് ഹീറ്റ് ആയതുകൊണ്ട് ഈ തണുപ്പ് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ കുറച്ച് വിഷമുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ കാര്യമാത്രം പ്രസക്തമായ വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കിതാബ് എഴുതിയ ഇമാമിങ്ങള്, കിതാബ് രചിച്ച ഇമാമിങ്ങള്, കിതാബ് പഠിച്ച മുൻഗാമികളായ മഹത്തുക്കള് കിതാബിന്മേൽ കടിച്ചു തൂങ്ങിയില്ല. പിന്നെന്താ അവർ ചെയ്തത്? കിതാബ് അവർ വായിച്ചു, കിതാബ് അവർ രചിച്ചു, കിതാബ് അവർ രചിച്ചിട്ട് ജനങ്ങൾക്ക് മുമ്പാകെ പ്രചരണം നടത്തി. ഇങ്ങനെയൊക്കെ ചെയ്ത ഇമാമിങ്ങള് ആ കിതാബുമ്മ കടിച്ചു തൂങ്ങിയില്ല. പിന്നെ അവർ മുഹ്യിദ്ദീൻമാരെ തപ്പിപ്പോയി. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് കിതാബുൽ ഉമ്മ രചിച്ചതാണ്. അവിടുത്തെ കിതാബാണ് ഉമ്മ കിതാബ്. അല്ലേ? ഇങ്ങനെ കിതാബ് രചിച്ച ഇമാം എന്താ ചെയ്തത്? ഇത്രമാത്രം വലിയ വലിയ മസ്അലകൾ ലോകത്തിന് പഠിപ്പിച്ച മഹാനായ ഇമാം എന്താ ചെയ്തത്? വകാന ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് യജ്ലിസു ബൈന യദൈ ശൈബാനിർ റാഇ കമാ യഖഅദു സബിയു ഫിൽ മക്തബി. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു ആട്ടിടയനായ മനുഷ്യനാണ് ശൈബാനുർ റാഇ. അന്നത്തെ വലിയ മുഹ്യിദ്ദീനാണ്. പണി എന്താ? ആടുകളെ മേയ്ക്കുക. ഈ മനുഷ്യന്റെ അടുത്ത് ഇമാം ഷാഫി പോയിട്ട് ഇരിക്കും. കുട്ടി മദ്രസയിൽ പോയിട്ട് ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കും പോലെ ഇമാം ഷാഫി ഈ ആട്ടിടയനായ മുഹ്യിദ്ദീന്റെ മുന്നിൽ പോയിരിക്കുന്നു. മനസ്സിലായോ? അന്നുള്ള ആളുകൾ കേമന്മാർ നിരൂപിച്ചു, കുറ്റപ്പെടുത്തി. ഫഖീല ലഹു മിസ്ലുക യസ്അലു ഹാദ പദവിയ. ചെന്നിരുന്നിട്ട് കൈഫ യഫഅലു ഫീ കദാ വകദാ, ഞാൻ ഈ കാര്യത്തിൽ എങ്ങനെ ചെയ്യേണ്ടത്, ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ മുന്നോട്ട് നീങ്ങേണ്ടത്, ഇതാണ് ഇമാം ഷാഫി ആരോട് ചോദിക്കുന്നത്? ഈ ആട്ടിടയനോട് ചോദിക്കുന്നത്.
ഈ ചോദ്യം കേട്ടിട്ട് നാട്ടുകാര് വിമർശിച്ചു, ഈ കാട്ടുജാതി മനുഷ്യനോട് നിങ്ങളെപ്പോലത്തെ ആളുകള് മുശാവറ നടത്തുകയാണോ? നിങ്ങളെപ്പോലത്തെ ആളുകള് ഇദ്ദേഹത്തെ ബഹുമാനിക്കുകയാണോ? ഇദ്ദേഹത്തോട് അഭിപ്രായം ആരായുകയാണോ? എന്താ ഇമാം ഷാഫി പറഞ്ഞത്? ഇത് ഞാൻ ഇൽമിന്റെ ഒരു കിതാബാണെങ്കിൽ ഇത് ഇൽമിന്റെ ബഹറാണ്. എല്ലാ വിജ്ഞാനവും ഈ മഹാന്റെ അടുത്തുണ്ട്. അങ്ങനെ ഓരോ ഇമാമിങ്ങളും അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ മദ്ഹബിന്റെ ഇമാമല്ലേ, ഹംബലി മദ്ഹബ് കേട്ടിട്ടില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് അന്ന് അപ്രസിദ്ധരായി കഴിഞ്ഞിരുന്ന സൂഫി വര്യൻ മഅറൂഫുൽ ഖർഹി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുക ചെയ്തത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുസ്നദ് വലിയ ഹദീസ് കിതാബാ അല്ലേ? നിനക്ക് കിതാബും അറിവൊക്കെ ഉള്ള അവഗാഹമുള്ള ഇമാമ് മഅറൂഫുൽ ഖർഹി എന്ന് പറഞ്ഞ മുഹയ്യിദ്ദീന്റെ അടുത്ത് പോയിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇങ്ങനെയാണ് അവൻ ചിലപ്പോ അപ്രസിദ്ധരായിരിക്കും. ഇമാം ഗസാലി റഹിമഹുല്ലാ ലോകം കണ്ട വലിയ പണ്ഡിതനാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേര് തന്നെ, സ്ഥാനപ്പേര്. ദീനിന്റെ തെളിവ് ഒരു മനുഷ്യനെ കുറിച്ച്. നാട്ടിലെ വലിയ ഖാദിയാണ്, വലിയ പ്രഭാഷകനാണ്, വലിയ മുദർരിസാണ്. ഇങ്ങനെയുള്ള ഇമാം ഗസാലി റഹിമഹുല്ലാ ഇങ്ങനെ നാട്ടിൽ വലിയ ഖാലി ഖുലാത്തക്കായി വലിയ ആലിമൊക്കെ ആയ സമയത്ത് സ്വന്തം ഒരു ഇക്ക ഉണ്ടായിരുന്നു, അഹ്മദ് എന്ന് പേരുള്ള ഒരു ഇക്ക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാം ഗസാലി റഹിമഹുല്ലാ ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വലിയ ആലിമാണ്. എന്നിട്ടും വിജ്ഞാനദാഹം തീർക്കാൻ, കുറ്റമറ്റ ഈമാന് കിട്ടാൻ, നെഞ്ചകത്ത് കലിമാ മരം നട്ടു വളർത്താൻ സഹായിക്കാൻ വേണ്ടി ഒരു മുഹയ്യിദ്ദീനെ പരതി. അതാരെ കിട്ടിയത്? ഇമാം ഗസാലി റഹിമഹുല്ലക്ക് കിട്ടിയ മുഹയ്യിദ്ദീൻ ആരാ? ഒരു ചെരുപ്പ് കുത്തി, റോഡ് സൈഡിൽ ചെരുപ്പ് കുത്തിയിരിക്കുന്ന ആളില്ലേ, അങ്ങനത്തെ ഒരാള്. അതെങ്ങനെ കിട്ടിയത്? ഒരു ഇക്കാക്ക് ഉണ്ടായത്, പേര് അഹ്മദ് എന്നായിരുന്നു. മൂപ്പര് പള്ളിയിൽ ജമാഅത്തിനൊന്നും വരൂല, സ്വന്തം ഇക്ക, വീട്ടിൽ നിന്നാ നിസ്കാരം. നാട്ടുകാര് പറഞ്ഞു ഇമാം ഗസാലിയോട്, അല്ല നിങ്ങൾ ഈ നാട്ടുകാരൊക്കെ വഴന്നു പറഞ്ഞ് നന്നാക്കി കിതാബൊക്കെ രചിച്ച് സ്വന്തം വീട്ടിലുണ്ടല്ലോ ഒരുത്തം പള്ളിയിലേക്ക് വരാതെ ജമാഅത്തിന് വരാതെ ഇരിക്കുന്ന ഒരു സാധനം, അതൊന്ന് നോക്കാദ്യം. വീട് നന്നാക്കുന്നത് നോക്കാം. നാട് കുടുങ്ങി. ഇക്കാനോട് പറഞ്ഞ ഞാൻ വരൂല പള്ളിയിലേക്ക്, നിങ്ങൾ പോയിക്കോരെ. ലാസ്റ്റ് ഉമ്മാന്റെ അടുത്ത് ഇമാം ഗസാലി പരാതി പറഞ്ഞു, പൊന്നാരമ്മച്ചിയെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, നാട്ടുകാരോട് നല്ലത് പറയാൻ വയ്യ, അവരൊക്കെ വീട്ടുകാരെ നന്നാക്കിയിട്ട് മതി, നാട്ടുകാരെ നന്നാക്കാന്നാ പറയുന്നത്, ഈ പഹയനോടൊന്ന് പള്ളിയിൽ വരാൻ പറ ഉമ്മച്ചി. ഉമ്മ പറഞ്ഞു, അഹമ്മദേ ഒന്ന് പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയി. അങ്ങനെ ഇമാമിനോട് കൂടെ ഉളവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തിൽ അല്ലാഹു അക്ബർ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂറത്തിന്റെ മുമ്പായിട്ട് മൂപ്പര് കയ്യോ അഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അതാകെ ഹലാക്കായി. പോയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ പോയി ജമാഅത്തിലെ തക്ബീറാണ് കെട്ടി. ഇമാം ഇങ്ങനെ ഓത്ത് നടക്കുന്നതിന്റെ ഇടയിൽ അഹ്മദ് എന്ന ഇമാം ഗസാലി തങ്ങളെ ഇക്ക കയ്യോ അഴിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും. നാട്ടുകാരെങ്ങനെ ഉണ്ടാവും കഥ? വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പള്ളിയിൽ നിന്ന് നിസ്കാരം നേരത്തെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക, നിസ്കാരം മുറിച്ച് ഇറങ്ങിപ്പോല എന്ന് പറഞ്ഞാൽ വലിയ ഡേഞ്ചർ അല്ലേ? സലാം വീട്ടി ആകെ കുഴപ്പമായി. ഇമാം ഗസാലിന്റെ നേർക്ക് ആൾക്കാർ തിരിഞ്ഞു, കാട്ടുജാതി അങ്ങോട്ടും ഇങ്ങോട്ട്. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചൂടാരി ചോദിച്ചു, എന്തൊക്കെ കൈ കാണിച്ചു വെച്ചു. എന്താ? ആ മൊയ്ലേരുണ്ട് ബ്ലഡിൽ കിടന്ന് ഇങ്ങനെ കുളിക്കണം, അങ്ങനത്തെ ഇമാമിനെ എങ്ങനെ തുടരാൻ പറ്റുമോ? ബ്ലഡിൽ കിടന്ന് കുളിക്കേ? മൊയ്ലേരോട് പോയി ചോദിച്ചു നോക്കുക നീക്ക. ഇമാം ഗസാലി ഇക്കാന്റെ വാക്കും കേട്ട് പള്ളിയിൽ വന്ന് ഉസ്താദിനോട് ചോദിച്ചു, എന്തേ പറ്റിയത്? നിങ്ങൾ എന്തേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയപ്പോൾ വല്ലതും ആലോചിച്ചിരുന്നോ? സ്ത്രീകളുടെ ഋതുരക്തത്തെ കുറിച്ച്, മെൻസസ് ബ്ലഡിനെ കുറിച്ചുള്ള ഒരു മസാല ഫാത്തിഹ ഓതിയപ്പോ ഞാനൊന്ന് ആലോചിച്ചിരുന്നു. ഇങ്ങനെതാണ് ചോരയെ കിടന്ന് കളിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടത്. നേരെ വീട്ടിൽ വന്നിട്ട്, ഇക്കാക്ക നിങ്ങൾ കൊടുന്ന ഈ വക ഇൽമിട്ടത്, ഞാൻ എന്തോരം കിതാബ് രചിച്ചിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്, വഴുതു പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വിജ്ഞാനം എവിടുന്നാ കിട്ടുക? അത് കിട്ടണമെങ്കിലേ വഴുതു പറഞ്ഞാൽ നടക്കൂല, എന്നിട്ട് വാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. റോഡ് സൈഡിൽ ചെരുപ്പ് കുത്തിയിരിക്കുന്ന ഒരു ചെരുപ്പ് കുത്തി. ആ മനുഷ്യനെ ബൈഅത്ത് ചെയ്ത് കൂടിയപ്പോഴാണ് ഇഹിയാ ഉലൂമുദ്ദീൻ അടക്കമുള്ള ജാതി കിതാബുകളൊക്കെ രചിക്കാൻ പറ്റുന്ന ദീൻ അങ്ങ് ഹയാത്തായി. ഇവർ ചിലപ്പോ അപ്രസിദ്ധരാകും. ഉമറുൽ ഖാഹിരി തങ്ങൾ പറയാണ്, خلي خلة الخذلان خوف الخاتمة خال الخليلا خامل الوصف من الخلخال خال അന്ത്യാവിനാശം ഭയപ്പെട്ട് മത്സകേ വർജിക്കു ദുർജനാ സൗഹൃദാ ബാന്ധവം ആരവാരവങ്ങളിൽ നിന്നൊഴിഞ്ഞിടുമൊര അപ്രസിദ്ധൻ തന്റെ കൂട്ടായി ഭവിക്ക നീ. ആരവാരവങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാനെ അറിയുന്ന മുഹയ്യിദ്ദീന്മാരെ കൂടെ കൂടിയിട്ട് നീ അന്ത്യവിനാശം സൂഉൽ ഖാത്തിമത്ത് അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടോ. മഹാനായ ഉമറുൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഉപദേശം. ഇങ്ങനെ മുഹയ്യിദ്ദീന്മാര് നമ്മൾ അന്വേഷിക്കണം, നമ്മൾ തേടണം. അവരെ നീ കിട്ടിയില്ലെങ്കിലും മൺമറഞ്ഞു പോയ
മുഹിയുദ്ദീന്മാരോടുള്ള ഇഷ്ക് നമ്മുടെ നെഞ്ചകത്ത് നാം വഹിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ടൗണിലൊക്കെ ഉണ്ടാവും സാധാരണക്കാരായ അള്ളാന്റെ ഔലിയാക്കൾ ഉണ്ടാകും. നിങ്ങൾ ഷുജായി മൊയ്ത് മുസ്ലിയാരെ കേട്ടിട്ടുണ്ടോ? സഫലമാല എന്ന് പറഞ്ഞൊരു മാലുണ്ട്. മൊയ്തി മാല അറിയില്ല, എന്നിട്ടല്ലേ ഇപ്പൊ സഫലമാല അല്ലേ? അങ്ങനെ ഒരു മാലുണ്ട്, നല്ല അർത്ഥവത്തായ ആത്മീയ അമൃത് ഉൾക്കൊണ്ട മാലയാണ് സഫലമാല. ഷുജായി മൊയ്ത് മുസ്ലിയാരതാണ്. അങ്ങേര് അള്ളഹാനോട് ദ്വാരന്ന് പഠിച്ചോനെ, ഞാൻ കുറെ തഫ്സീർ ഖുർആൻ അർത്ഥം പഠിച്ചിട്ടുണ്ട്, കുറെ ഹദീസ് കിതാബ് പഠിച്ചിട്ടുണ്ട്, കുറെ കർമ്മശാസ്ത്രം ഫിഖ്ഹിന്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്, കുറെ തസവൂഫിന്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്. അല്ലാ, ഒരു മുഹിയുദ്ദീനെ കാണിച്ചു താ അല്ലാ, എന്നിലുള്ള ദീനൊന്ന് ജീവിക്കണം അല്ലാ, ചത്ത ദീനും കൊണ്ട് നിന്റെ അടുത്ത് മരിച്ചു വരാൻ എനിക്ക് പറ്റൂല അല്ലാ. ദ്വാരന്നു നാട്ടിൽ ദ്വാരന്ന് നടന്നു. അങ്ങനെ ഹജ്ജിന് പോകാൻ അവസരം കിട്ടി. ആർക്ക്? ഷുജായി മൊയ്ത് മുസ്ലിയാർക്ക്. മൂപ്പരുടെ നാട് വെളിയങ്കോട് ഭാഗത്ത് അണ്ടത്തോട്, അവിടെയാണ് നാട്, പൊന്നായി സീറ്റില്. ഈ മഹാനുഭാവൻ ദ്വാരന്നു ഹജ്ജിന് പോകാൻ ചാൻസ് കിട്ടി. മക്കത്ത് ചെന്ന് ഹജ്ജൊക്കെ പൂർത്തിയായിട്ട് മദീന മുനവ്വറിൽ ചെന്നിട്ട് റൗളയുടെ തിരുമുറ്റത്ത് നിന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഒറ്റ ദുആണ്, അല്ലാ, നിന്റെ ഹബീബിന്റെ തിരുമുറ്റത്ത് ഇരുന്നിട്ടാണ് ഈ ഫഖീർ പറയുന്നത്, ഒരു മുഹിയുദ്ദീനെ തരണല്ലാ, നിന്നിലേക്ക് വെളിച്ചം കാണിക്കുന്ന ഈ മുത്ത് ഹബീബ്, ഇവിടെ അന്തി ഉറങ്ങുന്ന രാജകുമാരന്റെ ഒരു അനന്തരാവകാശിയെ എനിക്ക് തരണമല്ലാ എന്നും പറഞ്ഞ് ദ്വാരന്നിട്ട് ഒരു തീരുമാനം എടുത്തു. അള്ളാന്റെ റസൂലിനെ കിനാവിൽ കണ്ടിട്ട് എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ ഞാൻ നാട്ടിലേക്ക് പോകൂല തീരുമാനമെടുത്തു. മദീന മുനവ്വറയിൽ കടന്നു ഉറങ്ങി. ആദ്യത്തെ ദിവസം കണ്ടില്ല, പിന്നെ കണ്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, മൊയ്തോ, കയ്യിലുണ്ടല്ലോ ഒരു തസ്ബീഹ് മാല അല്ലെ, തസ്ബീഹ് മാല കയ്യിലുണ്ടല്ലോ, ഈ തസ്ബീഹ് മാല നിന്നോട് ആദ്യം ആരാണോ ചോദിക്കുന്നത് ആ ആളാണ് നിന്റെ മുഹിയുദ്ദീന്. അവിടെ പിടിച്ചോ, എന്നിലേക്കെത്താ, അള്ളാഹുവിലേക്കെത്താ. മൊയ്തി മൂലിയരോട് മൂപ്പര് പിന്നെ ഉറക്കുന്ന ഉണർന്നിട്ട് ആ മദീന മുനവ്വറയില് റൗദന്റെ ചുറ്റുഭാഗത്ത് ഈ മാല പിടിച്ച് ഇങ്ങനെ നടന്നു നോക്കി. അവിടുന്നെങ്കിലും ആരെങ്കിലും അവിടുന്ന് തന്നെ മേടിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടന്നു നോക്കി. ആരും മേടിച്ചില്ല. ഈ മാല ചോദിക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ. മദീനയിൽ അങ്ങനെ നടന്നു, ആരും ചോദിച്ചില്ല. നാട്ടിലേക്ക് കപ്പല് കയറി നാട്ടിലെത്തി തിരിച്ചെത്തി. അങ്ങാടിയിലൂടെ പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, എങ്ങോട്ട് പോകുമ്പോഴും ഈ മാല കയ്യിൽ കരുതും. കാരണം അത് ചോദിക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ അല്ലെ. ഇതും കൊണ്ട് നടന്ന് നടന്ന് മാസങ്ങൾ കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞു, ആരും മാല ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം മണ്ടത്തോട് അങ്ങാടിയിൽ, തന്റെ നാട്ടില് വൈകിട്ട് നാട്ടില് അങ്ങാടിയിലെത്തി. വീട്ടിലേക്ക് പോകാൻ അന്നത്തെ കാലത്ത് ടോർച്ചല്ല, ചൂട്ടാണ്. ചൂട്ട് മിന്നിട്ടാ പോവാ. വീട്ടിലേക്ക് പോകാൻ ചൂട്ട് വേണം. അന്ന് ചൂട്ട് വിൽപ്പനക്കാരുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അതിന്റെ ഒരു ചൂട്ടുകാരൻ മൊയ്തീൻ കുട്ടി, നാട്ടിലെ വെറും ലോക്കൽ ക്ലാസ് സാധനം, ആരും അത്ര മൈൻഡ് ചെയ്യാത്ത. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ വരുമ്പോൾ ഒരു നല്ലാതെ വലിയ എൽമുള്ള ആളോ വറയുള്ള ആളോ ഔലിയപ്പ ആർക്കും അറിയില്ല. ചൂട്ടുകാരൻ മൊയ്തീൻ കുട്ടിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് പറഞ്ഞു, മൊയ്ത് മുസ്ലിയാർ പറഞ്ഞു, മൊയ്തീൻ കുട്ടിയെ നേരം വൈകി വീട്ടിൽ പോകാന് ഒരു ചൂട്ടും കെട്ടെടുക്കുക. മൊയ്തീൻ കുട്ടി ചൂട്ട് വെച്ചവടക്കാരനല്ലേ, ചൂട്ടെടുത്ത് കൊടുത്തു. ഉസ്താദ് ഷുജായി മൊയ്ത് മുസ്ലിയാർ ബെൽറ്റ് ഇവിടെ തുറന്നിട്ട്, ചില്ലറുണ്ടോ? അന്ന് ഓട്ട പൈസ കാലാണെന്റെ ഒക്കെ കാലാണ്. പൈസ നോക്കുമ്പോ ചില്ലറല്ല. മെയ്തീൻ കുട്ടിയെ, ചില്ലറല്ലോ മെയ്തീൻ കുട്ടിയെ, നമുക്ക് നാളടക്കാം ചൂട്ടിന്റെ കാശ്. പറഞ്ഞപ്പോ മെയ്തീൻ കുട്ടി പറഞ്ഞു, ഉസ്താദെ, നിനക്ക് ചൂട്ടിന് കാശ് വേണ്ട ഉസ്താദെ. ഉസ്താദിന് തൃപ്തി ഉണ്ടെങ്കിൽ ആ തസ്ബീഹ് മാല കണ്ട് തന്നേക്ക്. ആര്? ചൂട്ട് വിൽക്കണ ഈ സാധാരണ മനുഷ്യൻ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, തസ്ബീഹ് മാല ഇത് നിനക്ക് തരൂല മെയ്തീൻ കുട്ടിയാ, തരൂലേ? ഉസ്താദ്, എനിക്ക് കാശ് ആവശ്യമില്ല. ഉസ്താദിന് വിരോധമല്ലെങ്കിൽ കാശ് ഈ ചൂട്ടിന് ഇന്ന് തന്നാലും മേടിക്കൂല, നാളെ കടം തീർക്കാൻ കൊണ്ടുവന്ന് തന്നാലും ഞാൻ വാങ്ങൂല. ഉസ്താദിന് ഇഷ്ടമാണെങ്കിൽ ആ തസ്ബീഹ് മാല തന്നേക്കാൻ എനിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മെയ്തീനെ, നിനക്ക് 2 ചൂട്ടിന്റെ കാശ് ഞാൻ തന്നേക്കാം, പക്ഷെ ഞാൻ ഈ മാല നിനക്ക് തരൂല. അപ്പോഴും ചൂട്ടുകാരൻ മെയ്തീൻ കുട്ടി പറഞ്ഞു, ഉസ്താദെ, കാശ് എനിക്ക് വേണ്ട, ഒരു ചില്ലിക്കാശും ഞാൻ ചൂട്ടിന് വാങ്ങൂല, പറ്റുമെങ്കിൽ തസ്ബീഹ് മാല തന്നേക്കുക. ഇത് നിനക്ക് തരൂല, ഇത് നിനക്ക് തരാനുള്ള മാലയല്ല എന്ന് ഷുജായി മൊയ്ത് മുസ്ലിയാർ പറഞ്ഞപ്പോ ചൂട്ട് വിറ്റിരുന്ന മെയ്തീൻ കുട്ടിനെ എണീറ്റിട്ട് ഷുജായി മൊയ്ത് മുസ്ലിയാരെ താടിയിൽ കയറി പിടിച്ചിട്ട്, എന്താ പിന്നെ നീ മദീനത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരുന്നത് എന്ന് ഒറ്റ ചോദ്യം. വീണു അവിടെ കാലിക്കൽ. എങ്ങനെ പറഞ്ഞേ? എന്താ നീ മദീനത്ത് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരുന്നത്? അവിടെ വീണു. മൊയ്ത് പറഞ്ഞു, കുഴപ്പമില്ല, നാളെ ഒരു ചെണ്ട വാങ്ങിക്കോ, എന്നിട്ട് അങ്ങാടിയിലൂടെ പൊട്ടി നടന്നോ. നാട്ടിലെ കാലിയർ എങ്ങനെ ഉണ്ടാവും പൊട്ടി നടന്നാല്? ഭ്രാന്താന്ന് വിളിക്കൂലേ? അതൊക്കെ വേണ്ടിവരും. ഈ ഉള്ളിലുള്ള കിബ്രൊക്കെ ഒന്ന് ചത്തുപോകണ്ടേ? ഇങ്ങനെ അദ്ദേഹം ആലപിച്ചതാണ് സഫലമാല. ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ലോകം അറിയപ്പെട്ട ആരിഫായി മാറി. ചൂട്ടുകാരൻ മെയ്തീൻ കുട്ടി ഉടനെ തന്നെ മൗത്തായി, വഫാത്തായി പോയി. ഇങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളെ എവിടെ ഉണ്ട്? ആര് കണ്ടു? നമ്മൾ ആരും ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ നിൽക്കണ്ട, അത് അപകടമാണ്. നിന്ദിച്ച പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, മുൻഗാമികളായ നമ്മുടെ ഇമാമുകൾ പോലും കിതാബുകൾ രചിച്ച, കിതാബ് അനുസരിച്ച് ജീവിച്ച, അത് ലോകത്തിന് സമ്മാനിച്ച മദ്ഹബിന്റെ ഇമാമുമാർ പോലും സമൂഹത്തിൽ അപ്രസിദ്ധരായി കഴിഞ്ഞിരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളെ, മുഹിയുദ്ദീന്മാരെ അവർ തപ്പിപ്പോയല്ലോ.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ശൈഖ് ജീലാനി തങ്ങളെ നാം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം തന്നെ, പുറത്തുള്ള ഒരു ഇഷ്ടമല്ല. നമ്മളിപ്പോ ജീലാനി ദിനം കഴിക്കുന്നത് അള്ളാന്റെ റസൂലിനോടുള്ള ഹുബ്ബന്നെ. ലോകം കണ്ട വലിയ സ്വഹാബി ഔലിയ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി വഫാത്തായപ്പോൾ എന്താ പറഞ്ഞത്? ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. ഇനി മുഹമ്മദ് നബി തങ്ങളെ വന്ദിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഫീ അഹ്ലി ബൈതിഹി, ആ കുടുംബത്തിലെ ഔലിയാക്കളിലൂടെ. അവരെ ബഹുമാനിച്ചാൽ നബിയെ ബഹുമാനിക്കലാകും, അവരെ അംഗീകരിച്ചാൽ നബിയെ അംഗീകരിക്കലാകും. ഇതന്നെ മുഹീദ്ദീൻ മാലിൽ പറഞ്ഞത്. അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നവർ, ആവണ്ണം നമ്മുടെ ഹോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പ്രസംഗിച്ചത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ്. തങ്ങൾ എന്താണോ ഈ ലോകത്തിന് തന്നത് അത് തന്നെ. നബി തങ്ങളെ റൂഹ് അനുസരിച്ച് തന്നെ ആ മജ്‌ലിസിൽ അവരൊക്കെ ഉണ്ടായിരുന്നത്. നീണ്ട 50 വർഷക്കാലം കഠിനമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി, വിവാഹ ജീവിതവും കുടുംബ ജീവിതവും മാറ്റിവെച്ച് അള്ളാന്റെ മാർഗത്തില് ഭഗീരഥ പ്രയത്നം നടത്തി കഷ്ടപ്പെട്ടു. 50 കൊല്ലം, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽക്കേ താരെ ഇരുന്നോവർ. 10 ആണ്ടുകൾ ചുറ്റി നടക്കായിരുന്നു. എന്ത് ചുറ്റി നടക്കുന്നത്? ഭിക്ഷയാചിച്ച് തെണ്ടിയിരുന്ന കഥയല്ലേ പറഞ്ഞത്? അള്ളാഹുവിനെ തേടി അലഞ്ഞു മഹാൻ. ഊണും ഉറക്കവും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോറുത്ത് നടന്നോവർ. 10-25 കൊല്ലം അള്ളാഹുവിനെ അന്വേഷിച്ച് നടന്ന മഹാന് ഒരാണ്ട് കാലം, ഒരു കൊല്ലം ഊണും ഉറക്കൊക്കെ മാറ്റിവെച്ചു. ഇങ്ങനെയൊക്കെ കെട്ടി പറഞ്ഞു, ഇങ്ങനെയൊക്കെ പരിശ്രമിച്ചു. എന്തിനാ ഈ പരിശ്രമിച്ചത്? നബിമാരുടെ ജീവിതത്തിലും ഇത് കാണാം. അള്ളാഹുവിന്റെ റസൂല് 40 വയസ്സ് വരെ ജീവിച്ചപ്പോ ഫിസിക്കലി, മെന്റലി, ശാരീരികമായും മാനസികമായും അള്ളാഹു സംസ്കരിച്ചെടുത്തു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നബിമാരൊക്കെ അള്ളാഹു ആടുമേക്കാൻ വിട്ടു. ഇതിന് ട്രെയിനിങ് ആണത്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ വരുന്നതിന്റെ മുമ്പ് ഒരു 40 ദിവസത്തെ മുജാഹദ, മുറാഖബ നടത്തിയിട്ട് വരാൻ പറഞ്ഞു. ഒരു കഠിനാധ്വാനം. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? വിലായത്ത് കിട്ടാൻ, അള്ളാഹുവിനെ കിട്ടാൻ കുറച്ച് ഇടങ്ങാറാകണം. ഈ ഇടങ്ങാറെല്ലാം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് മഹാനായ ശൈഖ് ജീലാനി തങ്ങള് 50 കൊല്ലം ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു. കുഞ്ഞായ കാലത്ത് തന്നെ അത്ഭുത ബാലനാണ്. നമുക്കറിയാലോ, മാലയിലുണ്ടല്ലോ, റമദാൻ വന്നാൽ പാല് കുടിക്കൂല. വളർന്നു വന്ന് തന്റെ ജീലാൻ നാട്ടിൽ ഇറാനിലെ അവസ്ഥകൾ കണ്ടിട്ട് മനം മടുത്തു. ദീനി ചുറ്റുപാടല്ല അവിടെ ഉള്ളത്, നാട് വിട്ടുപോകണം, അള്ളാനെ കിട്ടണം. ഉമ്മാനോട് അനുവാദം ചോദിച്ചു, ഉമ്മ അനുവദിച്ചു. അങ്ങനെ ഇറാഖിലേക്ക്, ബഗ്ദാദിലേക്ക് വണ്ടി കയറാണ്. 40 ദീനാർ സ്വർണ്ണ നാണയങ്ങൾ ഉമ്മ കൊടുത്തിട്ട് കഥയൊക്കെ വിശദമാണ്, ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഈ 40 ദീനാറും കൊണ്ട് ബഗ്ദാദിലെത്തി. അവിടുത്തെ ജീവിതം വളരെ ക്ലേശകരായിരുന്നു. ഉമ്മ കൊടുത്ത സ്വർണ്ണ നാണയങ്ങളൊക്കെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. തിന്നാനില്ല, കുടിക്കാനില്ല. ശൈഖ് തങ്ങൾ തന്നെ പറയാണ്, ഞാൻ പട്ടിണി കിടന്ന ദിനരാത്രങ്ങൾ, ജീവൻ നിലനിർത്താൻ വേണ്ടി ഞാൻ തൊഴിലിനിറങ്ങി. ചുമട്ട് തൊഴിൽ വരെ ബഗ്ദാദ് പട്ടണത്തിൽ ഞാൻ ചുമട്ട് തൊഴിലാളിയായി ഞാൻ ജോലി ചെയ്തു. ഇങ്ങനെ പലപ്പോഴും ജോലിക്ക് പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ പട്ടിണി സഹിക്കാനാകാതെ കുപ്പയിലുള്ള എച്ചിലിൽ നിന്ന്, കുപ്പയിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് എന്റെ പശി മാറ്റാൻ വേണ്ടിയുള്ള ആഹാരം തേടി ഞാൻ കുപ്പയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത് എടുത്ത് കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോ എന്നെക്കാൾ അത്യാവശ്യമുള്ള ആളുകൾ എന്നെ മുൻകടന്ന് അത് കൈയടക്കും, എനിക്കതും കിട്ടൂല. പിന്നെ അവസാനം ടൈഗ്രീസ് നദിയിലെ വെള്ളം കുടിച്ച് പച്ചിലകൾ പറിച്ച് തിന്നുകൊണ്ട് ഞാൻ ജീവൻ നിലനിർത്തിയിട്ടുണ്ട്. പട്ടിണി. ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അങ്ങനെ ജീവിക്കാൻ. അതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടായത്. ഒരു ദിവസം ഞാൻ ഇറാഖിലെ റയാഹിൻ പട്ടണത്തില് ഞാൻ പള്ളിയിൽ കയറി. വിശന്നിട്ട് കയ്യും കാലും മറക്കുന്നുണ്ട്, തല കറങ്ങുന്നുണ്ട്. ഞാൻ ആ പള്ളിയിൽ കയറി കിടക്കാന്ന് തീരുമാനിച്ചു പോയതാണ്. കയ്യിൽ കാശില്ല, ചെയ്യാൻ തൊഴിലുമില്ല. റയാഹിൻ പട്ടണത്തിലെ പള്ളിയിൽ കയറി കിടന്നപ്പോ ഉറക്ക് വരുന്നില്ല. അപ്പോ ഒരു ഗ്രാമീണനായ യുവാവ് പൊരിച്ച കോഴിയും റൊട്ടിയുമായിട്ട് പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് എന്റെ മുന്നിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. എന്നെ ക്ഷണിച്ചു, പാടാ കൂടെ കഴിക്കാൻ. ഞാൻ നിരസിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചു. അപ്പോൾ എന്റെ വിശപ്പ് സഹിക്കാത്ത കാരണത്താൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കഴിക്കാൻ ഇരുന്നു. പൊരിച്ച കോഴിയും ചുട്ട കോഴിയും അതുപോലെ ഉണക്കറൊട്ടിയും ഇത് കഴിച്ചുകൊണ്ടിരിക്കെ ശൈഖ് തങ്ങള് ഈ അപരിചിതനായ യുവാവിനോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാ? ഞാൻ ജീലാനിൽ നിന്ന് വന്ന ആളാണ്. അതെ, ഞാനും ജീലാൻകാരനാണ്. അപ്പോൾ ഈ അപരിചിതനായ ആൾ പറഞ്ഞു,
ഷെയ്ഖ് തങ്ങളോട്, നിങ്ങൾ ഒരു ഭക്തനായ യുവാവ് അബ്ദുൽ ഖാദിർ എന്ന് പേരുള്ള ഒരു ഭക്ത യുവാവിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? മഹാനായ ജീലാനി തങ്ങൾ ചോദിച്ചു, എന്തിനാ അത്? അതോ അദ്ദേഹത്തിന്റെ ഉമ്മ നാട്ടിൽ നിന്ന് കുറച്ച് പണം തന്നയച്ചിട്ടുണ്ട്. ഈ ഭക്ത യുവാവിനെ തെരഞ്ഞ് ഞാൻ ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്റെ കയ്യിലുള്ള പൈസ തീർന്നു. അവസാനം ഈ യുവാവിന്റെ അബ്ദുൽ ഖാദിറിന്റെ ഉമ്മ അബ്ദുൽ ഖാദിറിനെ അന്വേഷിച്ച് കൊടുക്കാൻ തന്ന പൈസയിൽ നിന്നാണ് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ചുട്ട കോഴിയും റൊട്ടിയും മേടിച്ചിട്ടുള്ളത്. വേറെ ഗതിയില്ലായിട്ട് എന്ന് പറഞ്ഞപ്പോ മഹാൻ അവർകൾ സന്തോഷത്തോടെ പറഞ്ഞു, ആ ആള് ഞാൻ തന്നെയാണ്, ആ ഉമ്മ എന്റെ ഉമ്മ തന്നെയാണ്, നമുക്കിനി റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാലോ. ഭക്ഷണം കഴിച്ചതാ. അങ്ങനെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. ഇത് ഇമാം ദഹബിയുടെ സിയറു അലാമിൻ നുബലാ എന്ന കിതാബിൽ കാണാം. ബഗ്ദാദിലെ ജീവിതകാലത്ത് ഷെയ്ഖ് ഹമ്മാദി എന്ന് പറയുന്ന ആത്മീയ ഗുരുവുമായിട്ട് സന്ധിക്കുക. ആര്? ഷെയ്ഖ് ജീലാനി തങ്ങൾ. ഹമ്മാദി